ജനാധിപത്യത്തിൽ മാധ്യമങ്ങളെ നാലാം തൂൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനങ്ങളിലേക്ക് യഥാർത്ഥ വിവരങ്ങൾ എത്തിക്കുക, ഭരണകൂടങ്ങളെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വിലയിരുത്തുക എന്നതാണ് മാധ്യമധർമ്മം. എന്നാൽ കേരളത്തിലെ ചില പ്രമുഖ വലതുപക്ഷ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ചും മലയാള മനോരമ പോലുള്ള പത്രങ്ങൾക്ക് കാലങ്ങളായി മറ്റൊരു അജണ്ടയുണ്ട്. ഇലക്ഷൻ അടുത്താൽ കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. അവരുടെ എഡിറ്റോറിയൽ റൂമുകൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളായി മാറും. വികസനമോ രാഷ്ട്രീയമോ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളോ ഒന്നും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം രാഷ്ട്രീയം ചർച്ച ചെയ്താൽ ഇടതുപക്ഷത്തിൻ്റെ ജനകീയ ബദലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വലതുപക്ഷത്തിന് കഴിയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരൊരു കുറുക്കു വഴി കണ്ടുപിടിക്കും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയുന്ന വൈകാരികമായ ചില കണ്ണീർ നാടകങ്ങൾ പത്രത്താളുകളിലൂടെ സൃഷ്ടിക്കുക. ചില സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തീരുമാനിച്ച് അവർക്ക് വേണ്ടി സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മാധ്യമ സിൻഡിക്കേറ്റ് നടത്തിയ വലിയൊരു നാടകവും അന്നവർ താരങ്ങളാക്കിയവർ ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യവും പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറെ കൂടി ബോധ്യമാകും. കഴിഞ്ഞ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലം ഓർമ്മയുണ്ടോ? അന്ന് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം, കൃത്യമായി പറഞ്ഞാൽ മലയാള മനോരമ, 2 UDF സ്ഥാനാർത്ഥികളെ മുൻനിർത്തി വലിയൊരു ക്യാമ്പയിൻ തന്നെ അഴിച്ചുവിട്ടു. കായംകുളത്ത് നിന്ന് ഒരാളും ഇങ്ങ് തിരുവനന്തപുരത്തെ ചിറയൻകീഴിൽ നിന്ന് മറ്റൊരാളും. സാധാരണക്കാരുടെ പ്രതിനിധികൾ എന്ന ലേബലിൽ മനോരമ ഇവരെ വാഴ്ത്തിപ്പാടി. ഇടതുപക്ഷത്തിൻ്റെ കോട്ടകൾ ഇവർ തകർത്തെറിയുമെന്ന് വലതുപക്ഷ നിരീക്ഷകർ ചാനലിലിരുന്ന് പ്രവചിച്ചു. പക്ഷേ 5 വർഷങ്ങൾക്കിപ്പുറം 2026 എത്തി നിൽക്കുമ്പോൾ അന്ന് മനോരമ സൃഷ്ടിച്ചെടുത്ത ആ താരങ്ങൾക്ക് എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് രാഷ്ട്രീയ പാപ്പരത്വം എങ്ങനെയാണ് മറന്നീക്കി പുറത്തു വന്ന ആ സംഭവം ഇപ്പോൾ ഓർക്കുന്നതിനൊരു കാരണമുണ്ട്. അത് വഴിയെ പറയാം. അതിനു മുൻപ് നമുക്കാദ്യം കായംകുളത്തേക്ക് പോകാം. അവിടെ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് MLA ആയ സഖാവ് U പ്രതിഭയ്ക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് ഇറക്കിയത് അനിതാ ബാബുവിനെയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് മനോരമയുടെ ചില കണ്ണീർ കഥകളായിരുന്നു. പശുവിനെ കറക്കുന്ന പാൽ സൊസൈറ്റിയിൽ കൊടുക്കാൻ പോകുന്ന അനിതയുടെ ചിത്രങ്ങൾ ദിവസവും പത്രത്താളുകളിൽ നിറഞ്ഞു നിന്നു. ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി എന്ന നിലയിൽ ജനങ്ങളിൽ സഹതാപം ഉണ്ടാക്കിയെടുക്കുക, അതുവഴി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക, ഇതായിരുന്നു കോൺഗ്രസ് മനോരമ സഖ്യത്തിൻ്റെ ബുദ്ധി. ഫ്രഷ് ബുദ്ധി ആയതുകൊണ്ട് അന്ന് ആർക്കും അത് മനസ്സിലായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല. അനിതയുടെ വിജയത്തിൽ മനോരമയ്ക്ക് എത്രത്തോളം ഉറപ്പായിരുന്നു എന്നറിയാമോ? വോട്ടെണ്ണൽ ദിവസം ഫലം പൂർണ്ണമായി വരുന്നതിന് മുൻപ് തന്നെ കായംകുളത്ത് അനിതാ ബാബുവിന് ചരിത്ര വിജയം എന്നൊരു വാർത്ത അവർ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുന്ന അത്ര ഉറപ്പുണ്ടായിരുന്നു. എന്തോ അബദ്ധത്തിൽ ആ വാർത്ത പുറത്തു വരികയും ചെയ്തു. പക്ഷേ കായംകുളത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ PR നാടകങ്ങൾക്കല്ല വോട്ട് ചെയ്തത്. അവർ സഖാവ് U പ്രതിഭയുടെ വികസന പ്രവർത്തനങ്ങളെ നെഞ്ചിലേറ്റി ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ചു. മുൻകൂട്ടി തയ്യാറാക്കിയ വാർത്ത പിൻവലിക്കേണ്ടി വന്ന മനോരമയുടെ അന്നത്തെ അവസ്ഥ കേരളം മുഴുവൻ ചിരിയോടെയാണ് കണ്ടത്. അടുത്തത് സാക്ഷാൽ ചിറയൻകീഴ് മണ്ഡലമാണ്. അവിടെ ഇടത് സ്ഥാനാർത്ഥിയായ V ശശിക്കെതിരെ കോൺഗ്രസ് ഇറക്കിയത് യുവ നേതാവായ BS അനൂപിനെ. അവിടെയും മനോരമ അവരുടെ ക്യാമറയുമായി ഇറങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ വാർത്ത വന്നു. തൊടേണ്ട മോനെ, ഉടുപ്പിൽ മണ്ണ് പറ്റും, കണ്ടു നിന്നവരുടെ കണ്ണ് നനയിച്ച ആ ആലിംഗനം. ഇതായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. തലക്കെട്ടിലെ വാചകങ്ങൾ ഒരമ്മ മകനോട് പറഞ്ഞതാണ്. നാട്ടിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കരികിലേക്ക് വോട്ട് ചോദിച്ചെത്തിയതായിരുന്നു ആ മകൻ. അപ്പോഴാണ് അക്കൂട്ടത്തിൽ സ്വന്തം അമ്മയെ കണ്ടത്. കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ വിലക്കി. മകനത് വകവയ്ക്കാതെ അവരെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മകൻ ചിറയൻകീഴ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി BS അനൂപ്. ഇന്നലെ പഴച്ചിറ വാർഡിൽ അനൂപിൻ്റെ പര്യടനം എത്തിയപ്പോഴായിരുന്നു കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണു നനയിച്ച ആ ആലിംഗനം. മനോരമ തന്നെയാണ് ഈ വാർത്തയും പ്രസിദ്ധീകരിച്ചത്. വാർത്ത വന്നത് 2021 മാർച്ച് 26. വളരെ മനോഹരമായ ഒരു കുടുംബചിത്രം. അതിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ഈ ഒരൊറ്റ ചിത്രത്തെ വച്ച് ചിറയൻകീഴിൽ വലിയൊരു സഹതാപ തരംഗമുണ്ടാക്കി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാമെന്നാണ് അന്ന് മനോരമ ഉൾപ്പെടെ കണക്ക് കൂട്ടിയത് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ദിവസങ്ങളോളം ഈ വാർത്ത ചർച്ചയായി. എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യമുണ്ട്. അവർ വോട്ട് ചെയ്യുന്നത് പത്രങ്ങളിലെ വൈകാരിക ചിത്രങ്ങൾ നോക്കിയല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന, വികസനം കൊണ്ടുവന്ന ജനപ്രതിനിധികൾക്കാണ്. ഫലം വന്നപ്പോൾ ചിറയൻകീഴ് മണ്ഡലം പതിവ് പോലെ LDFിനൊപ്പം നിന്നു. സഖാവ് V ശശി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു.
എന്നാൽ ഈ കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് കൂടിയുണ്ട്. പക്ഷേ കഥയുടെ ആ യഥാർത്ഥ ക്ലൈമാക്സ് നടക്കുന്നത് ഇപ്പോഴാണ്, 2026. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ മനോരമയുടെ കണ്ണിലുണ്ണിയായിരുന്ന കോൺഗ്രസിൻ്റെ യുവ പോരാളിയായ BS അനൂപ് വീണ്ടും സീറ്റ് പ്രതീക്ഷിച്ചു. എന്നാൽ ഇത്തവണ കോൺഗ്രസ് നേതൃത്വം ചിറയൻകീഴിലേക്ക് പാരച്യൂട്ട് വഴി ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്തു. ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസ്. മണ്ഡലത്തിലെ ജനങ്ങളുടെയോ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെയോ വികാരം മനസ്സിലാക്കാതെയുള്ള ഈ തീരുമാനത്തിനെതിരെ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികളിൽ ശബ്ദമുയർന്നു. ആരുടെ താൽപ്പര്യപ്രകാരമായിരുന്നു ഈ ഇറക്കുമതി? സാക്ഷാൽ അടൂർ പ്രകാശിനെ നോമിനിയായിട്ടാണ് രമ്യ ഹരിദാസ് ചിറയൻകീഴിലെത്തിയത് എന്ന് പരസ്യമായ രഹസ്യമാണ്. സ്വന്തം മണ്ഡലത്തിലെ നേതാക്കളെയും പ്രവർത്തകരെയും തഴഞ്ഞ് പുറത്തുനിന്നൊരാളെ അടിച്ചേൽപ്പിച്ചതോടെ ചിറയൻകീഴിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായി. മിക്കവാറും എല്ലാ പ്രാദേശിക നേതാക്കളും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിലെ ജനാധിപത്യമില്ലായ്മയും ഗ്രൂപ്പ് മാനേജർമാരുടെ ഏകാധിപത്യവും എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരൊറ്റ സംഭവം തെളിയിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നതൊന്നുമല്ല, BS അനൂപിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ തവണ മനോരമയുടെ സഹതാപ തരംഗത്തിൽ നീന്തി തുടിച്ച് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച ഈ BS അനൂപ് ഇപ്പോൾ എന്തു ചെയ്യുന്നു? സീറ്റ് കിട്ടിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹം നേരെ ചെന്ന് കയറിയത് കോൺഗ്രസ് ശക്തിയുക്തം എതിർക്കുന്നു എന്ന് പറയുന്ന BJPയിലാണ്. ഇന്നലെ വരെ കതറിട്ടവർക്ക് ഇന്ന് കാവി അണിയാൻ യാതൊരു മടിയുമില്ല എന്ന ഇടതുപക്ഷത്തിൻ്റെ വിമർശനം എത്രത്തോളം ശരിയാണെന്ന് ഈ ഒരൊറ്റ സംഭവം തെളിയിക്കുന്നു. അരിതാബാബു തോറ്റെങ്കിലും കോൺഗ്രസ് തന്നെ നിന്നപ്പോൾ അനൂപ് സ്വന്തം ആശയങ്ങളെ BJPക്ക് അടിയറ വച്ചു. ഇവിടെ കോൺഗ്രസിനും BJPക്കും ഇടയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് അനൂപിനെ വാഴ്ത്തിപ്പാടിയ മനോരമയും വലതുപക്ഷ മാധ്യമങ്ങളും ഇന്ന് ഈ കൂടുമാറ്റത്തെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും നടത്തുന്നില്ല. കാരണം അവർക്കറിയാം, കോൺഗ്രസിൻ്റെ ഈ മൃദു ഹിന്ദുത്വ സമീപനവും അവസരവാദ രാഷ്ട്രീയവും ചർച്ചയായാൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന്. ഒരു കാര്യം വ്യക്തമാണ്, പത്രത്താളുകളിലെ PR വർക്കുകൾ കൊണ്ടോ സഹതാപം വിറ്റഴിച്ചതുകൊണ്ടോ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പും ജയിക്കാൻ കഴിയില്ല. ഇടതുപക്ഷം ജനങ്ങളെ നേരിടുന്നത് ആശയങ്ങൾ കൊണ്ടും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. ഇന്നലത്തെ കോൺഗ്രസ്സുകാരൻ ഇന്നത്തെ BJPക്കാരനാകുന്ന ഈ കാലത്ത് മതനിരപേക്ഷതയും വികസനവും സംരക്ഷിക്കാൻ ഉറച്ച നിലപാടുള്ള ഇടതുപക്ഷം തന്നെ വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇത്തരം തിരക്കഥകൾ ഇനിയും വലതുപക്ഷ മാധ്യമങ്ങൾ ഇറക്കും. പക്ഷേ മറുപടി ജനങ്ങൾ വോട്ടിംഗ് യന്ത്രത്തിലൂടെ നൽകുകയും ചെയ്യും. ഇനി അവസാനമായി കോട്ടയത്തെ ആ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ PR ഫാക്ടറിക്കാരോട് ഒരു ചോദ്യം. 2021 കതറിട്ടപ്പോൾ നിങ്ങൾ വാഴ്ത്തിപ്പാടിയ നിങ്ങളുടെ സ്വന്തം BS അനൂപ് 2026 കാവി അണിഞ്ഞെങ്കിലും ഇപ്പോഴും അതേ ചിറയൻകീഴിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ടല്ലോ. അന്ന് ആ സഹതാപ തരംഗമുണ്ടാക്കാൻ നിങ്ങൾ കൊടുത്ത ആ പഴയ ഫീച്ചറിൽ, ആ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഫ്രെയിമിൽ ഇപ്പോൾ വെറുമൊരു താമരയുടെ കുറവ് മാത്രമല്ലേ ഉള്ളൂ? പിന്നെന്താണ് മനോരമയ്ക്ക് ഇപ്പോൾ അനൂപിന് വേണ്ടി പഴയതുപോലെ ഒരു PR വർക്ക് കൂടി ചെയ്തൂടെ? എന്തേ നിങ്ങളുടെ പേനയിലെ മഷി വറ്റിപ്പോയോ? ഉത്തരമില്ല അല്ലേ? കാരണം ജനങ്ങൾക്കറിയാം നിങ്ങളുടെ ആ കണ്ണീർ കഥകൾക്ക് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം. കോൺഗ്രസ് BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുമ്പോൾ അതിന് കുടപിടിക്കുന്ന ദല്ലാളന്മാരായി വലതുപക്ഷ മാധ്യമങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്ന് ഈ മൗനം തെളിയിക്കുന്നു. നിങ്ങൾ എത്ര ക്യാൻ അച്ചടി മഷി ഒഴുക്കി പുതിയ തിരക്കഥകൾ മെനഞ്ഞാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ നിങ്ങൾക്ക് വിലക്കെടുക്കാനാവില്ല. രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ കതർ ഊരിവെച്ച് കാവിയണിയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത നിങ്ങളുടെ ഈ കടലാസ പുലികളെയും അവരുടെ അവസരവാദത്തെയും കേരളം പുച്ഛിച്ച് തള്ളുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ എഡിറ്റോറിയൽ റൂമുകളിലെ PR തിരക്കഥകൾക്കല്ല, ഈ മണ്ണിലെ അധ്വാനിക്കുന്ന ജനങ്ങളുടെ പോരാട്ടങ്ങൾക്കും അവർ നെഞ്ചേറ്റിയ ചെങ്കൊടിക്കുമാണ് എക്കാലവും ഇവിടെ ക്ലൈമാക്സ് എഴുതാൻ അവകാശമുള്ളത് എന്ന കാര്യം.